നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഹുലിയൻ അൽവാരസ് ടു FC ബാഴ്സലോണ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. നടക്കുമോ, നടക്കില്ലേ, എന്താണ് സംഭവിക്കുന്നത്, ഇതിൻ്റെ പുറകിൽ, ഈ സാഗയുടെ പുറകിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ലഭ്യമായ വസ്തുതകൾ വെച്ചൊന്ന് അപഗ്രഥിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചിത്രം കണ്ടു. ചിത്രം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് ആണ്, ഒരു മീം പോലെയുള്ളൊരു സംഭവമാണ്. ഒരു ജയിലഴിക്കുള്ളിൽ ഹുലിയൻ അൽവാരസ് ഇങ്ങനെ ഇരിക്കുന്നു, ചിന്തയിലാണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തയിലുള്ളത് ബാഴ്സലോണയുടെ ആ ഒരു ലോഗോയാണ്. അദ്ദേഹം ബാഴ്സലോണയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് പോസ്റ്റിൻ്റെ കൂടെ എഴുതുന്നത് അറിയോ? ദി ട്രോഫിലെസ് പ്രിസൺ ഇൻസിസ്റ്റ് ഓൺ സ്റ്റോപ്പിംഗ് എ പ്ലെയർ ഫ്രം അച്ചീവിങ് ഹിസ് ഡ്രീം എന്ന്. കിരീടങ്ങളില്ലാത്ത ഒരു തടവറ തൻ്റെ സ്വപ്നങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു താരത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡിനെ വിമർശിക്കുകയാണ്. അവർക്ക് കിരീടങ്ങൾ നേടാൻ സമീപകാലത്ത് കഴിയുന്നില്ല. ഹുലിയൻ അൽവാരസ് മാഞ്ചസ്റ്റർ സിറ്റിയിലായപ്പോൾ കിരീടങ്ങളൊക്കെ വാരിക്കൂട്ടിയ ആളാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോകുന്നതുവരെ കളിച്ച ടൂർണമെൻറ്റുകളിലൊക്കെ അദ്ദേഹം കിരീടം ചൂടുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് പോയതോടുകൂടി അതൊന്നുമില്ലാത്തൊരവസ്ഥയാണ് വന്നത്. സോ കിരീടങ്ങളില്ലാത്ത ഒരു തടവറയിൽ അദ്ദേഹത്തെ അടച്ചിട്ടിരിക്കുകയാണ്. ലക്ഷ്യം നേടാൻ അദ്ദേഹത്തിന് പോകാൻ അനുവാദമില്ല എന്നുള്ളത് കാണിക്കുന്നൊരു ചിത്രമാണ്. ഇതാണോ ഇപ്പോൾ യഥാർത്ഥ അവസ്ഥ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തണേ. ഈ റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാലോ. റാഫ് ടോക്സിൽ നമ്മുടെ മെയിൻ ചാനലിൽ പ്രധാനപ്പെട്ട പെട്ടെന്ന് വരുന്ന വാർത്തകളും മറ്റുമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ വിശകലനങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മാച്ചുകളുടെ റിവ്യൂ, ഓരോ ടീമുകളുടെ അനാലിസിസ്, സ്ക്വാഡ് ഡെപ്തിൻ്റെ വിശകലനമൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളുടെ വിശകലനങ്ങളുമാവാം. അതിൽ ഏറ്റവും പുതിയ സൂചനകൾ എന്താണെന്നറിയോ? ഹുലിയൻ അൽവാരസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും പുതിയ സൂചനകൾ അദ്ദേഹം FC ബാഴ്സലോണയിലേക്ക് എത്തിയേക്കില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഹോസെ ആൽവരസ് ഹയ, അദ്ദേഹം എൽ ചിരിങ്കിറ്റോ TVയുടെ ജേർണലിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം കൺഫേംഡ് എന്ന് പറയുകയാണ്. ഹുലിയൻ അൽവാരസ് വിൽ നോട്ട് സൈൻ ഫോർ ബാഴ്സലോണ, ദി മാറ്റർ ഈസ് ക്ലോസ്ഡ് എന്നാണ്. ഹുലിയൻ അൽവാരസ് ബാഴ്സലോണയിലേക്ക് എത്തില്ല, ഈ മാറ്റർ, ഈ ഒരു സംഗതി ഇവിടെ അവസാനിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് വിശ്വാസത്തിലെടുക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ജെറാർഡ് റൊമേറോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഡീൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജെറാർഡ് റൊമേറോ ഒക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ പലതും തെറ്റിപ്പോയിട്ടില്ല എന്നൊക്കെ ആളുകൾ ചോദിക്കും. ശരിയാണ്, തെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഴ്സ ആരാധകർ എന്തായാലും ഇത് തെറ്റണേന്ന് ആഗ്രഹിക്കുന്ന സമയവുമാണ്. പക്ഷേ ഈ ഡീലിനൊരു പെർസെൻറ്റേജ് വെക്കുകയാണെങ്കിൽ ഞാൻ പറയും ഒരു 80% ഇപ്പോഴത്തെ വാർത്തകളൊക്കെ അനുസരിച്ച് ഡീല് നടക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ്. ബാക്കി 20% അത് നടക്കുകയാണെങ്കിൽ അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ നടന്നിരിക്കണം. അല്ലെങ്കിൽ ബാഴ്സലോണ ഇത് ഡ്രോപ്പ് ചെയ്യും, മൂവ് ഓൺ ചെയ്യും. അപ്പോൾ ചില ബാഴ്സ അനുകൂല സോഴ്സുകളൊക്കെ നൽകുന്ന വിവരെന്താണെന്നറിയോ? 2 ദിവസം കൂടി ഡെഡ് ലൈൻ വെച്ചിരിക്കുകയാണ്. 2 ദിവസം കൂടി, അതിനിടയിൽ കാര്യങ്ങൾ നടക്കണം. ഇല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യും. ബാഴ്സക്ക് ഒരു സ്ട്രൈക്കർ ആവശ്യമാണ്. ഫെറാൻ ടോറസ് പോയതല്ലേ, ലെവൻഡോസ്കി നേരത്തെ പോയതാണ്. അപ്പോൾ ഒരു സ്ട്രൈക്കർ ഇല്ലാതെ ഫോൾസ് 9 മാത്രം വെച്ച് കളിക്കുക എന്നുള്ള പ്ലാനൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും അതല്ല, ഒരു പ്രോപ്പർ സ്ട്രൈക്കർ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഡെക്കോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടയമിക്ക് കളിക്കാം, ഗോർഡന് കളിക്കാം എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും കംപ്ലീറ്റ് ആവില്ലല്ലോ. ഒരു പകരം വെപ്പ് മാത്രമല്ലേ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു സ്ട്രൈക്കർ ആവശ്യമുണ്ട്. ഹുലിയൻ വന്നാൽ നല്ലത്, വന്നില്ലെങ്കിൽ മറ്റൊരാൾ. അതാണ് ഇപ്പം ബാഴ്സ ചിന്തിക്കുന്നത്. 2 ദിവസം മാക്സിമം എന്നാണ് റിപ്പോർട്ടുകളെങ്കിലും ഈ ആഴ്ച മുഴുവൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 3-4 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടും ആയില്ലെങ്കിൽ പിന്നെ ബാഴ്സലോണ തീർച്ചയായിട്ടും മറ്റൊരു സ്ട്രൈക്കറെ തേടി അവരുടെ നീക്കം സജീവമാക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ കളി, ഇന്ന് കളിയുണ്ടല്ലോ, ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിന് കളിയുണ്ട്, ലലീഗയിൽ കളിയുണ്ട്, മലാഗക്കെതിരെയുള്ള കളി. ആ കളിക്ക് ഹുലിയൻ അൽവാരസ് സ്ക്വാഡിലില്ല. ഹുലിയൻ അൽവാരസ് വന്ന് ട്രെയിനിങ് നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയതല്ലേ. എന്നിട്ട് എന്താ അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത്? സാധാരണ ഒരു താരം ഈ പറയുന്ന രൂപത്തിൽ ട്രാൻസ്ഫറിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് സ്ക്വാഡിൽ ഉൾപ്പെടുത്താറില്ല.
അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന ചോദ്യം എന്തായാലും ആരാധകർക്കിടയിലുണ്ട്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ഡിയേഗോ സിമിയോണി പക്ഷേ മറ്റൊരു തരത്തിലാണ് പറഞ്ഞത്. അദ്ദേഹം ഞങ്ങൾ ഹൂലിയനെ ഒരു വ്യക്തി എന്ന നിലയിലും അതുപോലെ പ്ലെയർ എന്ന നിലയിലും ഒക്കെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ഞങ്ങൾ നോക്കുന്നു. ഇപ്പോൾ ആ താരത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഈ കളിക്ക് ഇപ്പോൾ കളിക്കാൻ മാത്രം സജ്ജനല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താ സജ്ജനല്ലാത്തത്? അദ്ദേഹം അവിടെ വന്ന് ട്രെയിനിങ് ഒക്കെ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഇനി കളി തുടരാൻ ഹുലിയൻ അൽവാരസിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് വരികൾക്കിടയിൽ വായിച്ച ആർക്കും മനസ്സിലാവുക. എന്നാൽ ആ താരത്തെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് മാക്സിമം പരിശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ അത്ലറ്റിക്കോയുടെ നിലപാടെന്താണ്? അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നിലപാടെന്താണ്? താരത്തിന് 2029 വരെ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ലീഗലി അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരമാണ്. അദ്ദേഹത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുന്നില്ല എന്ന് തീരുമാനിച്ചാൽ വിടുന്നില്ല, അത്ര തന്നെ, അവിടെ തന്നെ തുടരേണ്ടി വരും. FC ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിന് 100 മില്യൺ യൂറോയുടെ ഓഫർ കൊടുത്തിരുന്നു ഹുലിയൻ അൽവാരസിനായിട്ട്. അത് അത്ലറ്റിക്കോ മാഡ്രിഡ് നിരസിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു ഞങ്ങൾ ഹൂലിയനെ വിൽക്കുന്നില്ല, ഹൂലിയൻ വിൽപ്പനയ്ക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഹൂലിയൻ വിൽപ്പനയ്ക്കില്ല എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു സ്റ്റാൻഡ് എടുത്താൽ ബാഴ്സയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഹുലിയൻ അൽവാരസാണ് ചെയ്യേണ്ടത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നിലപാട് മാറ്റാൻ ഹുലിയൻ അൽവാരസിന് കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇത് ഓപ്പൺ ആവുകയുള്ളൂ. ഡിയേഗോ സിമിയോണി ഇന്നലെയും പറഞ്ഞു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ, ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞില്ലേ, ക്ലബിൻ്റെ ഓണർ പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാൻ ഇനിയൊന്നും പറയാനില്ല. ഇപ്പോൾ കോർട്ടിൽ നിന്നൊരു വിധി വന്നാൽ പിന്നെ വേറെന്താ പോയി ചോദിക്കാനാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ് ഞങ്ങളുടെ നിലപാടെന്നാണ്. അതായത് ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്നവർ തീരുമാനിച്ചു കഴിഞ്ഞതും അവർ പുറത്ത് പറഞ്ഞതുമായിട്ടുള്ള കാര്യം ഹുലിയൻ അൽവാരസ് വിൽപ്പനയ്ക്കില്ല എന്നാണ്, അദ്ദേഹത്തെ കൈമാറുന്നില്ല എന്നാണ്. ഇനിയിപ്പോൾ ഹുലിയൻ അൽവാരസ് സിമിയോണിയുമായിട്ട് സംസാരിച്ചിട്ട് അതിലൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. സിമിയോണി അവിടെ കൈയൊഴിയുകയാണ്, കൈമലർത്തുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് സ്പോർട്ടിങ് ആസ്പെക്റ്റിൽ എനിക്ക് എന്ത് സഹായവും നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, അത് ഞാൻ ചെയ്യാം, അതെൻ്റെ കൈ നിൽക്കുന്ന കാര്യമാണ്. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങൾ ക്ലബ്ബാണ് തീരുമാനിക്കേണ്ടത്, ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടതെന്ന്. അതാണ് ഹുലിയൻ അൽവാരസിനോട് സിമിയോണി പറഞ്ഞത്. ഗിൽമാരിനുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഹുലിയൻ അൽവാരസ് കുറച്ച് ദിവസങ്ങളായി ശ്രമിക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല, നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ. അപ്പോൾ അതിലാണ് ഇനി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഗിൽമാരിനോട് തനിക്ക് പോകണമെന്നുള്ള കാര്യം പറയുകയും മുമ്പ് തന്നോട് അങ്ങനെ ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ട്, ഈ ഒരു സമ്മറിൽ ഓഫർ വന്നാൽ അദ്ദേഹത്തിന് പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ അനുവദിക്കുമെന്ന് ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ടല്ലോ, അത് ഹോണർ ചെയ്യണം എന്ന് ഹുലിയൻ അൽവാരസ് ആവശ്യപ്പെടും എന്നാണ് അർജന്റീൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും ഗിൽമാരിൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ചോദ്യം. അവിടെ നിലനിർത്താൻ തന്നെയാണ് നിലവിൽ അവർ ചിന്തിക്കുന്നതെങ്കിൽ അത് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കും. ബാഴ്സലോണയ്ക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. അതാണ്. ഇപ്പോൾ ഇതിലും മറ്റു തരത്തിലുള്ള വാർത്തകളുണ്ട്. ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം എന്തായിരുന്നു അറിയോ? വേൾഡ് കപ്പിനിടക്ക് ഹുലിയൻ അൽവാരസ് പറഞ്ഞല്ലോ എനിക്ക് ക്ലബ്ബ് വിട്ടു പോകണം, അതാണ് എല്ലാവർക്കും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ക്ലബ്ബ് പറഞ്ഞിട്ടാണ്, അതായത് പബ്ലിക്കലി ഇങ്ങനെ പറയുക എനിക്ക് പോകണം, അതാണ് എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞാൽ ക്ലബിൻ്റെ ആരാധകരെയും അത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. താരത്തെ വെറുതെ വിട്ടുകൊടുത്തതല്ല, താരത്തിൻ്റെ ആവശ്യപ്രകാരം വിട്ടുകൊടുത്തതാണെന്ന് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും എന്ന തരത്തിൽ ക്ലബ്ബ് പറഞ്ഞിട്ടാണ് താരം അങ്ങനെ പറഞ്ഞു എന്ന് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനോട് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സോഴ്സുകൾ വളരെ നിശിതമായ രൂപത്തിൽ എതിർത്തുകൊണ്ടാണ് വന്നത്. അങ്ങനെ ഒരു 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 കാര്യം തങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ അവിടെ എപ്പോഴും നിൽക്കുന്നുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ ഗാസ്നഡൂലിനെ പോലെയുള്ള അർജന്റീൻ മാധ്യമപ്രവർത്തകർ അവരുടെ സോഴ്സ് താരങ്ങൾ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അവരെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് എന്താ, കൃത്യമായിട്ട് ഹൂലിയൻ ഇനി ഒരു തരത്തിലും അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്ഥിതിവിശേഷം എന്നാണ്. അതാണ് ഹുലിയൻ അൽവാരസിൻ്റെ മാനസികാവസ്ഥ എന്നാണ്. അപ്പോൾ പിന്നെ ഇനി എന്തെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇനി എന്തെന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഹുലിയൻ അൽവാരസ് കൺവിൻസ് ചെയ്യിക്കണം എങ്ങനെയെങ്കിലും ഗിൽമാരിനെ, അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ തനിക്ക് പോയേ പറ്റൂ എന്നുള്ളത്. അങ്ങനെ പോയേ പറ്റൂ എന്ന് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയാൽ മാത്രം അവർ ഈ നെഗോസിയേഷന് തയ്യാറായെങ്കിൽ മാത്രമേ ബാഴ്സലോണയ്ക്ക് നീക്കങ്ങൾ നടത്താൻ പറ്റൂ. അതാണ് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. പക്ഷെ നിലവിലെ അവസ്ഥയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കുറിച്ച് അറിയാവുന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ആർക്ക് കൊടുത്താലും ബാഴ്സലോണയ്ക്ക് ഹുലിയൻ അൽവാരസിനെ കൊടുക്കാൻ അവർ തയ്യാറാകില്ല എന്നാണ്. PSG അപ്രോച്ച് ചെയ്തവർ പക്ഷെ കൊടുത്തേക്കാം. ആഴ്സണലിന് താരത്തെ താല്പര്യമുണ്ടെന്നും ആർട്ടിറ്റ താരത്തെ വിളിച്ചിരുന്നെന്നും
കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുക്കാൻ പോലും അവർ തയ്യാറാവും. പക്ഷെ ബാഴ്സയ്ക്കില്ല. കാരണം ബാഴ്സ ലലീഗയിലെയും ഈവൻ UCL ഒക്കെ തങ്ങളുടെ ഡയറക്റ്റ് ഓപ്പണൻസ് ആണ് എന്നുള്ളതാണ്, ഡയറക്റ്റ് റിവൽസ് ആണെന്നാണ് അവർ കണക്കാക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സംഗതി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിലവിലെ അവസ്ഥയിൽ ഈ ഡീല് നടക്കാനുള്ള സാധ്യത വെറും 20% മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. കൂടുതൽ ചർച്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.